കുടിവെള്ള പ്രശ്നത്തിൽ വലഞ്ഞ തലസ്ഥാന നഗരത്തിലെ ഒരു കൂട്ടം മനുഷ്യർ 11 ദിവസമായി പ്രദേശത്തെ പൈപ്പുകളിൽ വെള്ളം എത്തിയിട്ട് കുടിവെള്ള പ്രതിസന്ധിയെ തുടർന്ന് കുട്ടികൾക്കടക്കം സ്കൂളിൽ പോകാനാവാത്ത അവസ്ഥയാണ്. ദിവസമായി വെള്ളം വന്നിട്ട് കുളിക്കാനോ നനയ്ക്കാനോ ഒന്നുമില്ല. ഈ വെള്ളം വരും കൊണ്ടുവരും. ഞങ്ങൾ 8 എണ്ണം ഉണ്ട് ഇവിടെ. എനിക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിലുള്ള സുഭാഷ് നഗറിലെ അവസ്ഥയാണിത്. 12 ദിവസമായി ഇവിടെ വെള്ളമെത്തിയിട്ട് 40 വർഷത്തിന് ശേഷം ഇതുവരെ ഇങ്ങനെ ഒരു അബദ്ധം വന്നിട്ടില്ല. 8-9 ദിവസമുണ്ട് ഇവിടെ വെള്ളം, ഒരു തുള്ളി വെള്ളം വരുന്നില്ല. പിന്നെ ഇതുവരേക്കും ഇങ്ങനെ വെള്ളം ഇല്ലാതെ ആയിട്ടില്ല. ഒരു ദിവസമോ 2 ദിവസം പോലും മുമ്പൊക്കെ പൈപ്പ് പൊട്ടുമ്പോൾ നന്നാക്കി വിടും. 10-50 കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അവർ വണ്ടിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നു. ശരിയൊക്കെ നമ്മൾ ഈ താഴേന്ന് മോളി വരെ കൊണ്ടുവരണ്ടേ? പ്രഗ്നന്റ് ലേഡീസ് ഉണ്ട്. വീടുകളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള റോഡ് പൈപ്പിൽ നിന്നാണ് കുടുംബങ്ങൾ വെള്ളം ശേഖരിക്കുന്നത്. ഇത് റോഡിൽ പോയി പൈപ്പിന് എടുക്കുന്നത് 1 കിലോമീറ്റർ ദൂരത്തിൽ എടുത്തിട്ട് വേണം. വെട്ടിയാട്ടയിലാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് കുറേ ആൾക്കാർ ഡെയിലി വണ്ടിയെ കൊണ്ടും അല്ലാതെയും പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിരന്തരം ഇങ്ങനെ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരല്ല ഇത്. പലകുറി നഗരസഭയെയും സർക്കാരിനെയും ദുരവസ്ഥ അറിയിച്ചിട്ടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് ഭരണാധികാരികൾ സ്വീകരിച്ചത്. ഇന്നലെ ഞങ്ങൾ അവിടെ പോയി സ്ട്രൈക്ക് ചെയ്തു. ഇവിടെ അട്ടക്കുളങ്ങര റോഡിൽ ഇന്നലെ അവർ വഴി ഇന്നലെ 4 മണിക്ക് വരും. പക്ഷെ ഇതുവരെയും വന്നിട്ടില്ല. എല്ലാവരും വന്നിരുന്നു, എഞ്ചിനീയേഴ്സ് വന്നു. അവർക്ക് പോലും അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഇത് ആരുടെ മിസ്റ്റേക്കാണ്, എന്ത് മിസ്റ്റേക്ക് ഗവൺമെന്റിന് അറിഞ്ഞുകൂടാന്ന് വെച്ചാൽ പല ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോൾ വന്ന പുതിയ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഇവിടുത്തെ ലൈൻ അറിയില്ല എന്നുള്ളതാണ് തോന്നുന്നത്. നഗരസഭയിൽ വിളിച്ച് പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. വാർഡ് കൗൺസിലറെ അടക്കം നഗരസഭയിൽ പ്രശ്നം അവതരിപ്പിച്ചുവെങ്കിലും പരിഹാരം കണ്ടില്ല. വെള്ളമില്ലാത്തതിനാൽ കുട്ടികൾക്കടക്കം മിക്ക ദിവസങ്ങളിലും സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഉറക്കത്തിൽ തന്നെയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം 11 ദിവസമൊക്കെ സഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മക്കളുടെ പഠിത്തം എന്തായാലും നമുക്ക് മുടക്കാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ടി കുളിക്കാനും എല്ലാം എങ്ങനെ ചെയ്യും നമ്മൾ? നഗരഹൃദയത്തിൽ താമസിക്കുന്ന ഈ 20ഓളം കുടുംബങ്ങളെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം കൈയൊഴിഞ്ഞിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനായി കഴിഞ്ഞ ദിവസം റോഡ് ഉപരോധം വരെ നടത്തിയെങ്കിലും പരിഹാരമായില്ല. പ്രതിസന്ധി ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.